ഈ ഫിറ്റ്നസ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്ന സംഭവം അധികം ആൾക്കാർക്കും എളുപ്പത്തിൽ അങ്ങ് എത്തില്ല, പ്രത്യേകിച്ചിട്ട് ഒരു പുതിയ ഹാബിറ്റൊക്കെ ബിൽഡ് ചെയ്യാൻ തുടങ്ങുമ്പോൾ. അപ്പോൾ ഇതിനെപ്പറ്റി ഞാനിതിനെപ്പറ്റി അന്വേഷിച്ചു, എന്തുകൊണ്ടായിരിക്കും ആൾക്കാർക്ക് ഇത് ബുദ്ധിമുട്ടായി വരുന്നത്. പ്രത്യേകിച്ചിട്ട് ഈ വെയിറ്റ് കുറയ്ക്കുകയാണെങ്കിൽ വെയിറ്റ് കൂട്ടുകയാണെങ്കിലൊക്കെ കുറേ തരത്തിലുള്ള ഡിസിപ്ലിൻസ് ആഡ് ചെയ്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ മാത്രം നമുക്ക് ഈ ഹാബിറ്റൊക്കെ ബിൽഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്തുകൊണ്ടാണ് അത് കഴിയാതെ? ഈവൻ തോ അവർ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അതൊരു ഒഴിവാക്കി പോകും. ഒരു കോമൺ ഹ്യൂമൻ നേച്ചറാണോ? അപ്പം ഇതെങ്ങനെയാണ് ഇത് പരിഹരിക്കുക എന്നൊക്കെ പറ്റിയിട്ട് ഞാൻ കുറച്ച് പഠനങ്ങൾ എൻ്റെ റിസർച്ചുകളും കാര്യങ്ങളൊക്കെ നടത്തി. അപ്പോൾ എനിക്കതിൽ മനസ്സിലായൊരു സംഭവം, സയൻറ്റിഫിക്കലി ഇതിന് പഠിക്കുന്ന സമയത്ത് മനസ്സിലായത്, നമ്മുടെ ബേസിക് ഹ്യൂമൻ നീഡ്സ് ഉണ്ട്. അബ്രഹാം മാസ്ലോസിൻ്റെ ഒരു ഹൈറാർക്കി ഓഫ് നീഡ്സ് ഉണ്ട്, ഹ്യൂമൻ നീഡ്സ് ഉണ്ട്. അതിൽ പറയുന്നൊരു സംഭവമാണ്, നമ്മുടെ പണ്ട് കാലത്തൊക്കെ, അതായത് ഒരു 1800 1950 ലെറ്റ്സ് 1990 വരെയുള്ള സമയത്തൊക്കെ ആൾക്കാരുടെ ഒരു ഡിഫറെൻറ്റ് ലെയേഴ്സ് ഓഫ് നീഡ്സ് ഉണ്ട്. ഫിസിയോളജിക്കൽ നീഡ്സ് എന്ന് പറയുന്നത് ഭക്ഷണം, വെള്ളം, വായു, ഉറക്ക്, ഷെൽട്ടർ, ക്ലോത്തിങ്. അപ്പം ആ കാലഘട്ടത്തിൽ ആൾക്കാരുടെ പ്രൈമറി നീഡ്സ് തന്നെ ഈ പറയുന്ന ബേസ് ലെവലിൽ സംഭവം കിട്ടിയാൽ തന്നെ അവർ ഹാപ്പി ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഭക്ഷണം തന്നെ വളരെ കുറച്ച് കിട്ടുന്ന കാരണത്താൽ അവർക്ക് അത് രീതിയിൽ രോഗങ്ങൾ വരാറില്ല. പക്ഷേ എഗെയിൻ നല്ല രീതിയിലുള്ള ഭക്ഷണം അവർ കിട്ടിയില്ല, അവർക്ക് പല രീതിയിൽ രോഗങ്ങളും വരാറുണ്ട്. പല ക്ലൈമറ്റ് ചേഞ്ചുകളും ഈ നമ്മുടെ മെഡിസിൻ ഇൻഡസ്ട്രിയൊന്നും അത്ര വലിയ രീതിയിൽ വളരാത്ത കാരണത്താലൊക്കെ പല രീതിയിലെ രോഗങ്ങളൊക്കെ അവർ അടിമപ്പെടാറുണ്ടായിരുന്നു. ഞാനത് എന്തിനാണ് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇന്നത്തെ നിൽക്കുന്നൊരു കാലഘട്ടം ഡിഫറെൻ്റ് ആയ ഒരു കാലഘട്ടമാണ് കമ്പയർഡ് ടു അവർ പ്രീവിയസ് ജനറേഷൻ. നമ്മുടെ മുതുമുത്തച്ഛന്മാരുടെ കാലഘട്ടം വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഡിഫറെൻ്റ് ആണ്. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, ഫസ്റ്റ് ലെവൽ എന്ന് പറഞ്ഞാൽ ഫിസിയോളജിക്കൽ നീഡ്സ് ആണ്. സെക്കൻഡ് ലെവൽ എന്ന് പറയുന്നത് സേഫ്റ്റി നീഡ്സ് ആണ്. സേഫ്റ്റി നീഡ്സ് എന്ന് ഫിസിക്കൽ സെക്യൂരിറ്റി, ഫിനാൻഷ്യൽ സെക്യൂരിറ്റി, ഹെൽത്ത് ആൻഡ് വെൽബീയിങ്, സ്റ്റെബിലിറ്റി ഇൻ ഹോം ആൻഡ് വർക്ക് എൻവയോൺമെൻറ്റ്സ്. ഈ ഫിസിക്കൽ സെക്യൂരിറ്റി പണ്ട് കാലത്തൊക്കെ കള്ളന്മാരെന്നല്ല, പൊതുവേ ഈ വീടിൽ നിന്നും വലിയ ഉറപ്പൊന്നുമില്ലാത്ത ഏത് രീതിയിൽ വേണം എന്ത് സംഭവങ്ങൾ വേണമെങ്കിലും നടക്കാം, പല രീതിയിൽ യുദ്ധങ്ങളൊക്കെ നടക്കുന്ന കാലഘട്ടത്തിലായിരുന്നു ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ പറഞ്ഞ സേഫ്റ്റി, പ്രത്യേകിച്ച് ഫിനാൻഷ്യൽ സെക്യൂരിറ്റി ഒക്കെ, നല്ല രീതിയിൽ ഇൻകം കിട്ടുക, നല്ല രീതിയിലുള്ള ജോലി, ഇതൊക്കെ ഒരു സ്വപ്നം തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു കാലഘട്ടം നമ്മുടെ, അതായത് 90s ജനിച്ച ആൾക്കാർ, 80s 90s ജനിച്ച ആൾക്കാരുടെ പാരൻസിനെ പറ്റി നോക്കുകയാണ്, അവർ ഭയങ്കര കൺസേൺഡ് ആണ്. ഈ ഫ്രീലാൻസ് അവർ വർക്ക് ചെയ്യുന്നതൊക്കെ പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം എന്തോ ഒരു വലിയ കൊലപാതക കുറ്റം ചെയ്യും പോലെയാണ്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉള്ള ഒരു ജോലിയൊക്കെ ചെയ്യുന്ന പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം വലിയ ഹാപ്പിയായ ഒരു സംഭവമാണ്. ഞാൻ പറഞ്ഞുകൊണ്ടെന്ന് വെച്ചാൽ കാലഘട്ടം മാറി. അപ്പോൾ നമ്മൾ ഡിഫറെൻറ്റ് ജനറേഷൻസായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന വിഷയങ്ങൾ, ഒന്നത് നമ്മുടെ മൈൻഡ് സെറ്റ് മാറി എന്നുള്ളത് ആക്സെപ്റ്റ് ചെയ്യാൻ പലരും മറക്കുന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ സേഫ്റ്റി നീഡ്സും ഈ പറയുന്ന ഫിസിയോളജിക്കൽ നീഡ്സും നമ്മൾ ഓൾറെഡി മീറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുക. ഈ 2024 2020s ശേഷമുള്ള കാലത്ത് ഇൻഫർമേഷൻ ഇത്രയും സൂപ്പർ ഹൈവേയിൽ നമുക്ക് ആക്സസ് ആകുന്ന കാരണത്താൽ പല കാര്യങ്ങളും വളരെ ഈസി ആയിട്ട്, ട്രാൻസ്പോർട്ടേഷൻ ഈസി ആയിട്ട്, ഭക്ഷണം ഏത് തരത്തിൽ, അതായത് ഒരു 500 വർഷം മുന്നേ ലോകത്തിലെ ഏറ്റവും വലിയ ധനികനായ രാജാവ് കഴിക്കുന്ന ഭക്ഷണം ഇപ്പോൾ ഏത് മനുഷ്യനും ആക്സസിബിളാണ്. അതിനേക്കാളും നല്ല ഭക്ഷണം നമുക്ക് ആക്സസിബിളാണ്. ഏത് രീതിയിൽ ട്രാൻസ്പോർട്ടേഷൻ ആക്സസിബിളാണ്, ഏത് രീതിയിലുള്ള ഇൻഫർമേഷൻസ് ആക്സസിബിളാണ്. അപ്പം ചുരുക്കത്തിൽ പറഞ്ഞാൽ ഒരു മിനി സ്വർഗത്തിലാണ് ശരിക്കും എല്ലാ മനുഷ്യനും ജീവിച്ചുകൊണ്ടിരിക്കുന്നത് കമ്പയർ ടു പ്രീവിയസ് ജനറേഷൻ. അപ്പോൾ ഈ 2 നീഡ് കഴിഞ്ഞ് മൂന്നാമത്തത് ലവ് ആൻഡ് ബിലോങ്ങിങ്. അപ്പം ഫ്രണ്ട്ഷിപ്പ്, ഫാമിലി, ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പ്, സോഷ്യൽ കണക്ഷൻസ്. അപ്പോൾ നമ്മുടെ ഈ പൂർവികർ, അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നല്ല രീതിയിൽ, ഒരു കണക്കിന് നല്ല രീതിയിൽ ഫ്രണ്ട്ഷിപ്പും ഫാമിലിയും ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പൊക്കെ ഉണ്ടായിരുന്നു. ഡിസ്ട്രാക്ഷൻസ് ഇല്ലാത്ത കാരണത്താൽ, അവർക്ക് വേറെ ഓപ്ഷൻസ് ഒന്നും ഇല്ലാത്ത കാരണത്താൽ അവർ ഫാമിലിയൊക്കെ നല്ല രീതിയിൽ ഇടപഴകുന്നുണ്ടായിരുന്നു. പക്ഷേ എന്നാലും അവർക്ക് കറക്റ്റായ രീതിയിലുള്ളൊരു എങ്ങനെയാണ് മക്കളെ വളർത്തേണ്ടത്, ഏതൊക്കെ രീതിയിലാണ് അവരെ റീറൂട്ട് ചെയ്ത് വെക്കേണ്ടത്, അങ്ങനത്തെ കാര്യങ്ങൾക്ക് അവർക്ക് അധികം നോളജില്ലല്ല. പക്ഷേ അവർക്കാകുന്ന രീതിയിൽ അവർ വളർത്തിക്കൊണ്ടു വന്നു എന്തൊക്കെയാണ്. കാലഘട്ടം മാറി. ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ പാരൻറ്റിങ്ങിനൊക്കെ പ്രത്യേക ചിട്ടവട്ടങ്ങളും അതുപോലെ തന്നെ പല രീതിയിലുള്ള കാര്യങ്ങളും സംഭവങ്ങളൊക്കെ പഠിക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഈ ഫ്രണ്ട്ഷിപ്പിൻ്റെ കാര്യത്തിലായാലും പണ്ടത്തേക്കാൾ കുറച്ചൊരു കൂടുതലായിട്ട് കണക്ടിവിറ്റി ഇന്നത്തെ കാലത്തുണ്ട്, നമ്മളെ ഈ സോഷ്യൽ മീഡിയയൊക്കെ വന്ന കാരണത്താൽ. അപ്പം ഈ സോഷ്യൽ കണക്ഷൻസ് വന്നതിൽ പ്രശ്നം പറ്റിയെന്ന് വെച്ചാൽ, നമുക്ക് എല്ലാ ആൾക്കാരുടെ ലൈഫ് സ്റ്റൈൽ നമ്മുടെ കയ്യിൽ കാണുന്നത് കൊണ്ട് നമ്മുടെ ഉള്ളിൽ ഓട്ടോമാറ്റിക്കായിട്ട് പല രീതിയിലുള്ള സൈക്കോളജിക്കൽ ചേഞ്ചസ് വളരെ സെക്കൻഡുകൾക്ക് മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇൻസ്റ്റാഗ്രാം തുറന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇമോഷൻസ്, എല്ലാത്തരം ഇമോഷൻസ് ഒരു കടൽ തിരമാല പോലെ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. എപ്പോഴും എവിടെയും നിൽക്കാതെ പോലെ. തിരമാലകൾ ഒരിക്കലും ഒരു നിശ്ചലമായ അവസ്ഥയിൽ എപ്പോഴും നിൽക്കില്ലല്ലോ, എപ്പോഴും എന്തെങ്കിലും ഒരു മൂവ്മെൻറ്റ് വന്നുകൊണ്ടിരിക്കില്ല. അപ്പം അതുപോലെയാണ് ശരിക്കും നമ്മുടെ മനസ്സ് ഈ പറയുന്ന ഈ സോഷ്യൽ മീഡിയ കണ്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ. അപ്പം അവിടെ ഈ 4ാമത്തെ ലെവൽ, മാസ്ലോസ് ഹൈറാർക്കിയിൽ 4ാമത്തെ ലെവൽ എന്ന് പറയുന്നത് എസ്റ്റീം നീഡ്സ് ആണ്, സൈക്കോളജിക്കൽ നീഡ്സ് ആണ്. ഈ ലോവർ എസ്റ്റീം, റെസ്പെക്ട് ഫ്രം അതേഴ്സ്, സ്റ്റേറ്റസ്, റെക്കഗ്നിഷൻ, ഫെയിം, അതുപോലെ തന്നെ ഹയർ എസ്റ്റീം, സെൽഫ് റെസ്പെക്റ്റ്, കോൺഫിഡൻസ്, ഇൻഡിപെൻഡൻസ്, കോമ്പറ്റൻസ്. അപ്പോൾ ഈ ലോവർ എസ്റ്റീം എന്ന് പറയുന്നത് ഫിനാൻഷ്യലി നല്ല സക്സസ്ഫുൾ ആയ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഓട്ടോമാറ്റിക്കലി ഈ പറയുന്ന രീതിയിലുള്ള ഒരു റെക്കഗ്നിഷനും സ്റ്റേറ്റസും ഫെയിമും ഒക്കെ ഓട്ടോമാറ്റിക്കലി വരും അവരടുത്തേക്ക്. പക്ഷേ അതെത്ര ഉണ്ടായിട്ടും കാര്യമില്ല, നമുക്ക് നമ്മളെ തന്നെ ഒരു ഹയർ എസ്റ്റീം, സെൽഫ് റെസ്പെക്ട് നമ്മൾ ബിൽഡ് ചെയ്തിട്ടില്ലെങ്കിൽ. ഈ സെൽഫ് റെസ്പെക്റ്റ് ബിൽഡ് ചെയ്യുന്ന കൂടെ തന്നെ നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളില്ലെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി ജീവിക്കാൻ കഴിയുകയും ചെയ്യും.
പറഞ്ഞുകൊണ്ടിരുന്നത് വെച്ച് കഴിഞ്ഞാൽ, അപ്പം ഇത്രയും 4 ലെവൽസ് ഓഫ് നീഡ്സ് ഒറ്റയടിക്ക് മീറ്റ് ചെയ്യുന്നൊരു കാലഘട്ടം നമ്മൾ നിൽക്കുന്നത്. പണ്ട് കാലത്തൊക്കെ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കയറി വരേണ്ട ഒരു കാലഘട്ടമായിരുന്നു. കാരണം അങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി അന്നുണ്ടായിരുന്നല്ലോ. ഇന്ന് എല്ലാം തന്നെ ഒറ്റയടിക്ക് വന്നതുകൊണ്ട് ജനിച്ച് ഒരു 10 വയസ്സ് കഴിഞ്ഞ കുട്ടിക്ക്, ഒരു കോൺഷ്യസ് ആയി കഴിഞ്ഞതിന് ശേഷം, ബോധവാനായി കഴിഞ്ഞതിന് ശേഷം ഒരു കുട്ടിക്ക് അവന് കിട്ടുന്ന ആക്സസും ഈ പറഞ്ഞ 51 വയസ്സുള്ള അപ്പൂപ്പന് കിട്ടുന്ന ആക്സസും ഒരേ ആക്സസാണ് എല്ലാ തരത്തിലും. അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് അവരുടെ ലൈഫിനെ അവർക്ക് കൊണ്ടുപോകേണ്ടതിനെ പറ്റിയിട്ട് അവർക്ക് ക്ലാരിറ്റി കിട്ടുന്നില്ല. ഇൻ ടേംസ് ഓഫ് ഹെൽത്ത് ആയിക്കോട്ടെ, അവരുടെ ഫ്രണ്ട്സും റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആയിക്കോട്ടെ. അപ്പം ഇവിടെ നിന്ന് ഞാൻ മനസ്സിലാക്കിയൊരു സംഭവം, അതായത് എങ്ങനെയൊക്കെയാണ് നമുക്ക് ഏറ്റവും ബെസ്റ്റായ രീതിയിൽ നമുക്ക് ജീവിക്കാൻ പറ്റുക. അപ്പോൾ അതിനാണ് ഈ ഹോളിസ്റ്റിക് ഹെൽത്ത് കോച്ചിങ് എന്നൊരു സംഭവം. എൻ്റെ കരിയറിൻ്റെ തുടക്കത്തിലേ ഞാൻ ഫോക്കസ് ചെയ്യുന്ന സംഭവം എങ്ങനെയാണ് ഒരു ഹോളിസ്റ്റിക് കെയർ ടോട്ടൽ 360 ഡിഗ്രിയിൽ നമുക്ക് ഇത് പറയുന്ന സംഭവത്തിന് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ കൊണ്ടുപോകാൻ കഴിയും. ഇപ്പോൾ ഫസ്റ്റ് നമുക്ക് വേണ്ട ഫിസിക്കൽ ഹെൽത്താണ്. ഫിസിക്കൽ ഹെൽത്തിൽ പറഞ്ഞ സംഭവമാണ് ഈ ഫിറ്റ്നസ്, ന്യൂട്രീഷൻ, സ്ലീപ്പ്, മെഡിക്കൽ കെയർ. അപ്പം ഹെൽത്ത് എന്ന് പറയുമ്പം ജസ്റ്റ് ഒരു ഹെൽത്ത് ഒരു സംഭവമല്ല, അതിലുള്ള തന്നെ കുറേ ടൈപ്പ് ഹെൽത്ത് ഉണ്ട്. ഫിസിക്കൽ ഹെൽത്ത് ഒന്നാണ്, മെൻ്റൽ ആൻഡ് ഇമോഷണൽ ഹെൽത്ത് വേറൊന്നാണ്, സോഷ്യൽ ആൻഡ് കൾച്ചറൽ ഹെൽത്ത് ആൾക്കാരുമായി ഇടപഴകി നമ്മൾ ജീവിക്കുന്ന അതിൻ്റെ ഒരു ഹെൽത്ത് വരേണ്ടത്. ഈ സ്പിരിച്വൽ ഹെൽത്ത് എന്ന് പറയുന്നത് 2 രീതിയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. ഒന്ന് നമ്മുടെ ഈ റിലീജിയനായി ബന്ധപ്പെട്ടത്, രണ്ടാമത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഒന്നാണ് എന്ന് പറയുന്നത്. ഇപ്പോൾ സയൻറ്റിഫിക്കലി പറയുകയാണെങ്കിൽ നമ്മളെല്ലാവരും ഒന്ന് തന്നെയാണ് ശരിക്കും പറഞ്ഞത്. ഗ്ലോബൽ കോൺഷ്യസ്നെസ് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പം. വിച്ച് മീൻസ് ഈ പറയുന്ന പണ്ടൊക്കെ ഓരോ രാജ്യമായിട്ട് ഭാഷ എന്നൊക്കെ പറഞ്ഞിട്ട് പല രീതിയിൽ ഭിന്നിച്ച് നിന്ന ആൾക്കാർ ഇപ്പോൾ എല്ലാവരും ഗ്ലോബൽ, ഇപ്പോൾ UAE ഒക്കെ നോക്കി ഒരു ഗ്ലോബൽ വില്ലേജാണ്. 100-200 രാജ്യത്ത് ആൾക്കാർ ഒരുമിച്ച് താമസിക്കുന്ന, അത്രയും ഹാർമണിയിൽ താമസിക്കുന്ന ഒരു രാജ്യമാണ് UAE പോലത്തെ. അപ്പോൾ ഇവിടെയൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് വെച്ചാൽ മനുഷ്യന്മാർക്ക് ഇങ്ങനെയും ജീവിക്കാൻ പറ്റും. അങ്ങനത്തെ ഒരു കാലഘട്ടം വന്നതിന് ശേഷം സ്പിരിച്വലി നോക്കുകയാണെങ്കിൽ ഏത് മതക്കാരായിക്കോട്ടെ അവർക്ക് റിലാക്സ്ഡ് ആയിട്ട് കംഫർട്ടായിട്ട് ജീവിക്കാൻ പറ്റുവാണെങ്കിൽ ഇറ്റ് മീൻസ് ലൈക്ക് വി ഓൾ ആർ വൺ. കളക്റ്റീവ് കോൺഷ്യസ്നെസ് എന്ന് പറയുന്ന സംഭവം ഉണ്ട്. വിച്ച് മീൻസ് ലൈക്ക് എല്ലാ മനുഷ്യരുടെയും ഉറവിടം ഒന്ന് തന്നെയാണ്. സയൻറ്റിഫിക്കലി അത് പിന്നീട് തവണ ഞാൻ ഡീപ്പായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇത് ഹോൾ ഐഡിയ ഇസ് ലൈക്ക് ഞാൻ പറഞ്ഞ ഫിസിക്കൽ, മെൻ്റൽ, ഇമോഷണൽ ഹെൽത്ത്, സോഷ്യൽ കൾച്ചറൽ ഹെൽത്ത്, സ്പിരിച്വൽ ഹെൽത്ത്. അതിനെ പോലെ തന്നെ നമ്മൾ ഫിനാൻഷ്യൽ ആൻഡ് ഒക്യുപ്പേഷണൽ ഹെൽത്ത്, എൻവയോൺമെൻറ്റ് ഹെൽത്ത്. ഫിനാൻഷ്യൽ ഹെൽത്ത് പറയേണ്ട ആവശ്യമില്ലല്ലോ, നല്ല രീതിയിലെ ജോബ് സെക്യൂരിറ്റി, അതുപോലെ നല്ല രീതിയിലെ സമ്പത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. പിന്നെ എൻവയോൺമെൻറ്റൽ ഹെൽത്ത്, നമ്മൾ നിൽക്കുന്ന ചുറ്റുപാടുകൾ നമ്മളെ നാമാക്കി മാറ്റും. ഇപ്പം നമ്മൾ ഈ കുട്ടികളുടെ എഡ്യൂക്കേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ കേരളത്തിലാണെങ്കിൽ ഇന്ത്യയിലെ എഡ്യൂക്കേഷൻ കമ്പയർ ടു ജപ്പാനിലെ എഡ്യൂക്കേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ ടോട്ടലി ഡിഫറെൻ്റ് ആണ്. ഞാൻ പറയുന്നത് ജോലിക്കാരായി കൊണ്ടുവരുന്ന ഒരു എംപ്ലോയിയെ സൃഷ്ടിക്കുന്ന രാജ്യമാണ് ശരിക്കും നമ്മുടെ ഇന്ത്യ മഹാരാജ്യം. ഇറ്റ്സ് നോട്ട് എ റോങ് തിങ്, ഇറ്റ്സ് എ വേ ഹൗ ദ കൾച്ചർ ബിൽഡ് ഇൻ ദ കൺട്രി. ജപ്പാൻ പോലത്തെ കൺട്രി ആണെങ്കിൽ അവർ എപ്പോഴും ഒരു പ്രത്യേക രീതിയിൽ, അമേരിക്കയൊക്കെ ആണെങ്കിൽ ഒക്കെ പ്രത്യേക രീതിയിൽ ഒരു ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് എഡ്യൂക്കേഷണൽ ഓപ്ഷൻ അവർക്കുണ്ട്. 2 ഓപ്ഷൻ ഉണ്ട് അവിടെ. എംപ്ലോയി ആയി വരികയും ചെയ്യാൻ, വേറെ രീതിയിൽ ലീഡറായി വരാൻ പറ്റുന്ന രീതിയിലെ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ഇപ്പോൾ നമ്മൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാലഘട്ടത്താണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന എല്ലാ നീഡ്സും, നമ്മൾ ഈ പറയുന്ന എല്ലാ ഹെൽത്ത് ഓപ്ഷൻസും നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റണം. നമ്മുടെ മൈൻഡ് ഹെൽത്തി ആവണമെങ്കിൽ ഫസ്റ്റ് നമ്മൾ ഫിസിക് ഹെൽത്തി ആവണം. ഇറ്റ്സ് ആസ് സിമ്പിൾ ആസ് ദാറ്റ്. ഫിസിക് ഹെൽത്തി ആവുമെന്ന് വെച്ചാൽ രോഗങ്ങളില്ലാതിരിക്കുകയാണല്ലോ. അപ്പോൾ നമ്മുടെ 20-30 വയസ്സ് വരെ നമുക്ക് ഒരു ഗോൾഡൻ പീരീഡാണ്. ഈ പീരീഡ് നമ്മൾ മാക്സിമം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് നമ്മൾ ഹെൽത്തിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ 30 to 40 ഇറ്റ്സ് ഗോൺ ബി വെരി ഹെൽ. ബിക്കോസ് പണ്ടത്തെ കാലത്ത് അറ്റ്ലീസ്റ്റ് കുറച്ച് നല്ല ഫുഡെന്ന് വെച്ചാൽ ഫുഡിന് അളവ് കുറഞ്ഞ കാരണത്താൽ നമുക്ക് അതേ രീതിയിൽ രോഗങ്ങൾ വരാറില്ല. ഇന്ന് മെജോറിറ്റി, അതായത് 80s കിട്ടാണ് ഞാൻ 89. എൻ്റെ അതേ പ്രായമുള്ള എൻ്റെ ഫ്രണ്ട്സിലൊക്കെ അധികം ആൾക്കാർ ഡയബറ്റീസും ഫാറ്റി ലിവറും അതുപോലെ തന്നെ പല രീതിയിലെ ലൈഫ് സ്റ്റൈൽ ഹെൽത്ത് ഇഷ്യൂസ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർ അന്നത്തെ കാലഘട്ടത്തിലൊക്കെ അവരൊക്കെ കളിച്ചിരിച്ച് ഫുള്ള് ആർമാദിച്ച് വെള്ളമടിച്ച് ഇപ്പോഴും അതേപോലെ തന്നെയൊക്കെയാണ് ഇപ്പോഴും നടക്കുന്നത്. അപ്പം അതിൻ്റെ പരിണിത ഫലം നെക്സ്റ്റ് ജനറേഷനിലേക്ക് അവർ പകർന്നുകൊണ്ടിരിക്കുകയാണ്. കുട്ടികൾ അവർ തന്നെ കാണുകയാണ്. കുട്ടികളെപ്പോഴും പഠിക്കുന്നത് കണ്ട് പഠിക്കുക ചെയ്യുക. എന്താണ് അവരുടെ മാതാപിതാക്കൾ ചെയ്യുന്നത് അതായിരിക്കും അവർ പകർന്നെടുക്കുക. സോ ആസ് എ പാരൻറ്റ് അവരെന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ആസ് എൻ ഇൻഡിവിജ്വൽ അവരെന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നതിനെ പറ്റിയിട്ടുള്ള കുറേ നോളജ് മിസ്സായ കാരണത്താൽ, അല്ലെങ്കിൽ അതുപോലത്തെ ഒരു സൊസൈറ്റി ബിൽഡ് ചെയ്ത് വരാത്ത കാരണത്താൽ അൺഹെൽത്തി ആയിക്കൊണ്ടിരിക്കുകയാണ്. വൺ ഓഫ് ദ റീസൺ ലൈക്ക് ഞാനും ഈ പറയുന്ന കൂട്ടുകാരിലൊക്കെ കൂടെ നിൽക്കുന്ന സമയത്തൊക്കെ ഐ ടേക്ക് എ ഡിഫറെൻറ്റ് ഡിസിഷൻ ടു ബിക്കം ഹെൽത്തിയർ, ടു ബിക്കം ലൈക്ക് ബെറ്റർ ഇൻ മൈ ലൈഫ്, വാട്ട് ഈസ് ദിസ് ലൈഫ് എന്ന രീതിയിൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ച് നടക്കുന്ന ഒരു മനുഷ്യൻ ഉണ്ടെങ്കിൽ എൻ്റെ കൂടെ തന്നെ ഞാൻ മാത്രം ഉണ്ടായിരുന്നല്ലോ. വിച്ച് മീൻസ് ഞാനെപ്പോഴും വളരെ ക്യൂരിയസ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളായിരുന്നു അപ്പോൾ എല്ലാത്തിനും പറ്റിയിട്ട്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, അപ്പോൾ ഈ ഹോളിസ്റ്റിക് ഹെൽത്ത് കോച്ചിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് ഈ പറയുന്ന ഫിസിക്കൽ ഫിറ്റ്നസ്സും വേണം, മെൻ്റൽ ഇമോഷണൽ ഹെൽത്ത്. ഈ മെൻ്റൽ ഇമോഷണൽ ഹെൽത്തിനെ പറ്റിയിട്ട് ഏറ്റവും സിമ്പിളായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരണമെങ്കിൽ, ഒന്ന് മനുഷ്യനെന്ന് പറയുന്നത് നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ബ്രെയിൻ ആക്ടിവിറ്റീസ്. പ്രൈമൽ ബ്രെയിൻ, നമുക്ക് റെപ്റ്റൈൽ ബ്രെയിൻ ഉണ്ട്, നിയോകോർട്ടക്സ്, അതുപോലെ തന്നെ മെമേലിയൻ ബ്രെയിൻ. അപ്പം
സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ എനിമൽ ബ്രെയിൻ പോലത്തെ ഈ ബോഡി എന്ന് പറയുന്നത് ഒരു ജീവിയാണ്, ഒരു മൃഗത്തിനെ പോലെ തന്നെയുള്ള ജീവി തന്നെയാണ് നമ്മൾ ഈ ബോഡി. ഈ ബോഡിയിൽ നമുക്കുള്ള ഒരു കോൺഷ്യസ്നെസ് ആണ് ശരിക്കും ഈ സെൽഫ്, നമ്മൾ എന്ന് പറയുന്നൊരു ഒരു വ്യക്തിത്വം കൊണ്ടുവന്നത് ഈ പറയുന്ന ഈ ബോധമാണ്. അപ്പോൾ ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ എല്ലാ മൃഗങ്ങൾക്കും ഒരു ടൈപ്പ് ഇമോഷൻസ് ഉണ്ട്, ഈ ബോഡിക്കും ഇമോഷൻസ് ഉണ്ട്. അപ്പോൾ ഈ ബോഡി എന്ന് പറയുന്നത് നമ്മൾ ടൈം ചെയ്യാൻ പഠിക്കണം. ഒരു കുതിരയെ മെരുക്കുന്നത് പോലെ തന്നെ നമ്മുടെ ബോഡി നമ്മൾ ടൈം ചെയ്യാൻ പഠിക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ കോൺഷ്യസ് ആയ തീരുമാനങ്ങൾ, ബോധത്തോടെ നമ്മൾ ചില തീരുമാനങ്ങൾ എടുക്കുകയും അതിൽ കുറച്ച് ഉറച്ച് നിൽക്കുകയും ചെയ്യുന്നത് ഓട്ടോമാറ്റിക്കലി അത് പിന്നീട് ഹാബിറ്റായി മാറും. അപ്പോൾ ഈ പറയുന്ന രീതിയിലുള്ള ഒരു കൈൻഡ് ഓഫ് പ്ലാനിങ് നമുക്ക് നടത്താനുള്ള കഴിവുണ്ട് മനുഷ്യന്. അതുകൊണ്ട് തന്നെ മനുഷ്യന്മാരെ പുരോഗമിച്ച് മറ്റ് ജീവികളാണ് ബെറ്ററായിട്ട് ഈ ഭൂമിയിൽ വളർന്നു വന്നത്. നമുക്ക് ചിന്തിക്കാനും അതുപോലെ തന്നെ ചിന്തിച്ച് പ്രവർത്തിച്ചത് അത് കൂടുതൽ അതൊരു ഹാബിറ്റാക്കി മാറ്റാനുള്ള കഴിവ് നമുക്കുണ്ട്. അപ്പം ആസ് ആൻ ഇൻഡിവിജ്വൽ ടു വാണ്ട് ടു ബി ബെറ്റർ ഇൻ ലൈഫ് വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ്, നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം എങ്ങനെയാണ് നമുക്ക് ഈ പറയുന്ന ബോഡി നമുക്ക് ടൈം ചെയ്യേണ്ടത്. ടൈം ചെയ്യുന്നത് അതിൻ്റെതായ രീതിയിൽ കുറച്ച് സീക്രറ്റ്സ് അല്ലെങ്കിൽ കുറച്ച് സ്ട്രാറ്റജീസ്, പ്ലാൻസും കാര്യങ്ങളും വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന സംഭവം നമുക്ക് കോൺക്വർ ചെയ്യാൻ പറ്റും. ഫിറ്റ്നസ്, വെയിറ്റ് കുറയ്ക്കണമെങ്കിൽ അതിൻ്റെതായ രീതിയിൽ സ്ട്രാറ്റജീസ് ഉണ്ട്. അപ്പം സ്ട്രാറ്റജീസിൻ്റെ കൂടെ തന്നെ നമുക്ക് എങ്ങനെ നമ്മൾ മൈൻഡിനെ അതിലേക്ക് ഇവോൾവ് ചെയ്യിക്കാൻ പറ്റും, ഏതൊക്കെ രീതിയിൽ നമുക്ക് മൈൻഡിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് ഈ ബോഡി എപ്പോഴും കംഫർട്ട് സോണാണ് നോക്കുന്നത്. വൺസ് നമ്മുടെ ഈ പറയുന്ന ഫിസിയോളജിക്കൽ നീഡ്സ് മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബോഡി കംഫർട്ട് സോണിലേക്ക് നോക്കും. ഈ കംഫർട്ട് സോൺ നമ്മൾ മാറിയിട്ട് വേറൊരു പുതിയ സോണിലേക്ക് വരണമെങ്കിൽ അതിൻ്റെതായ രീതിയിലുള്ള പരിശ്രമം നമ്മൾ നടത്തണം. എപ്പോഴും ഒരു കംഫർട്ട് സോൺ പൊളിക്കാൻ നോക്കുന്ന സമയത്ത് നമുക്ക് ഒരു ഫിയർ അല്ലെങ്കിൽ കൺഫ്യൂഷൻ സോൺ ഉണ്ടാകും. ഈ സമയത്ത് ഉണ്ടാകുന്നതാണ് ആങ്സൈറ്റി, സെൽഫ് ഡൗട്ട്, ഫിയർ, ഇതൊക്കെ വരും. ഒരു പേടിയും കാരണം ഇത് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും അപകടം പറ്റുന്നു. അപ്പം എപ്പോഴും അധികം ആൾക്കാർ ഈ കംഫർട്ട് സോൺ തന്നെ ഇരിക്കുന്നതാണ്. ഫിയർ സോണെ പൊട്ടിച്ച് പോകുന്ന സമയത്ത് ഉണ്ടാകുന്നതാണ് ഈ സ്ട്രെസ് സോൺ. ഈ സ്ട്രെസ് സോണിൽ നമുക്ക് വരുന്നതാണ് ഈ ചാലഞ്ചസ്, ഇൻറ്റൻസ് ഡൗട്ട്, അതുപോലെ തന്നെ സ്ട്രെസ്. അതായത് നമ്മൾ ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കാതിരുന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സ്ട്രെസ്, അതിനുള്ള ക്രേവിങ്സ്, ഈ സിമ്പിളായിട്ട് പറയാം, ഒരു ഉദാഹരണത്തിന് വേണ്ടി പറയണത്. അപ്പം ഈ സ്ട്രെസ് സോണിനെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. നമുക്ക് നന്നായിട്ട് നമുക്ക് ലേൺ ചെയ്യണം, ഇതിനെപ്പറ്റി പഠിക്കണം, ഏതൊക്കെ രീതിയിലാണ് ഇത് ഉപകാരപ്പെടുന്നത്, ഏതൊക്കെ രീതിയിലാണ് നമുക്ക് ഇത് ഭാവിയിൽ ഉപകാരപ്പെടും. ഈ കോൺസെപ്റ്റ് പഠിക്കുന്നതാണ് ശരിക്കും ലേണിംഗ് സോൺ എന്ന് പറയുന്നത്. ഈ ലേണിങ്ങിൽ കൂടെ നമ്മൾ ചെയ്യുന്നത് യൂസ് ലോജിക് ടു ക്രിയേറ്റ് ഇമോഷൻസ്. ഈ പറയുന്ന ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ ലോജിക്കൽ നമ്മൾ എടുത്തിട്ട് അതിനെ അനലൈസ് ചെയ്തിട്ട് നമ്മൾ ഇമോഷൻസിനെ മാസ്ക് ചെയ്യാൻ പഠിക്കുകയാണ് ഈ ലേണിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ വിജ്ഞാനമാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് വേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ടൂൾ എന്ന് പറയുന്നത്. കറക്റ്റായ രീതിയിലുള്ള വിജ്ഞാനം, നല്ല ഉപകാരപ്പെടുന്ന രീതിയിലുള്ള വിജ്ഞാനമാണ് നമുക്ക് എല്ലാവർക്കും വേണ്ടത്. ശരിയാണ്, ഇന്നത്തെ കാലഘട്ടത്തിൽ ഏത് തരം ഇൻഫർമേഷൻ എവിടെ വേണമെങ്കിലും കിട്ടും. എവിടെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ തരം ഇൻഫർമേഷൻ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ഒരു കാലഘട്ടത്തിൽ പണ്ഡിതൻ എന്ന് പറയുന്നത് കുറേ 10-30 വർഷം അദ്ദേഹം ഈ പറയുന്ന ഗുഹയിലും മറ്റൊന്നും പല സ്ഥലങ്ങളും പോയി പഠിച്ചെടുത്ത് ഉണ്ടാക്കുന്ന നോളജ് വെച്ചിട്ടാണ് അദ്ദേഹത്തിന് പണ്ഡിതനൊക്കെ വെക്കുന്നത്. അത്രയും നോളജ് അങ്ങനെയൊക്കെ ഉണ്ടാവും. ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ പണ്ഡിതൻ എന്ന് പറയുന്ന ഏതൊരു ആൾക്കും ആക്സസ് ചെയ്യാൻ പറ്റും. ഒരു ഗൂഗിൾ കയറി ChatGPT അടിച്ചു കഴിഞ്ഞാൽ ഏത് തരം ഇൻഫർമേഷൻ നമുക്ക് കിട്ടുകയും ചെയ്യും. ഏത് തരം റിലീജിയസ് ടെക്സ്റ്റ് വേണമെങ്കിൽ നമുക്ക് കിട്ടും. അപ്പം അങ്ങനത്തെ ഒരു കാലഘട്ടം നമ്മൾ നിൽക്കുന്നത്. സോ എന്ത് പഠിക്കണം, എങ്ങനെ പഠിക്കണം, ഏതെടുക്കണം, ഏതെടുക്കരുത് എന്നതിനെ പറ്റിയുള്ള ആ ഒരു അനലൈസ് ചെയ്ത് പഠിക്കുക എന്ന് പറയുന്ന സംഭവം വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കഴിവാണ്. കറക്റ്റായി ചകഞ്ഞ് പഠിക്കുക കാര്യങ്ങൾ, ഏത് കാര്യങ്ങൾ എങ്ങനെ എപ്പോൾ ഏത് രീതിയിൽ പഠിക്കണമെന്നതും ഏതെടുക്കണം ഏത് ഒഴിവാക്കണം എന്ന് പഠിക്കേണ്ടത്, അതാണ് ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ വേണ്ട ഒരു സ്കില്ല്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കംഫർട്ട് സോൺ, ഫിയർ സോൺ, സ്ട്രെസ് സോൺ, ലേണിംഗ് സോൺ, ഈ ലേണിംഗ് സോൺ കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാലാണ് പിന്നെ നമ്മൾ ഗ്രോത്തിലേക്ക് വരിക. ഈ ഗ്രോത്ത് സോൺ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഈ പറയുന്ന വെയിറ്റ് കുറയ്ക്കണം, അല്ലെങ്കിൽ വെയിറ്റ് കൂടണം. ആ കംഫർട്ട് സോൺ നമ്മൾ മാറി നമ്മൾ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി, ട്രെയിനിങ് ചെയ്തു. അപ്പോൾ ആ രീതിയിൽ പെയിനും കാര്യങ്ങളും വന്ന സമയത്ത് സ്ട്രെസ്സായി. നമുക്ക് ആ സ്ട്രെസ്സിനെ ബേൺ ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ സ്ട്രെസ്സിനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൂടുതൽ ഇൻഫർമേഷൻ കളക്ട് ചെയ്ത് നമ്മൾ ലോജിക് യൂസ് ചെയ്ത് നമ്മൾ ഇമോഷൻസ് ക്രിയേറ്റ് ചെയ്തു, നമ്മൾ ഹാപ്പി ഹോർമോൺസ് നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്തു. എന്നതിന് ശേഷം ലോസ്റ്റ് വെയിറ്റ്, നമ്മൾ വെയിറ്റ് ലൂസ് ചെയ്ത് അല്ലെങ്കിൽ ഗെയിൻ വെയിറ്റ് ചെയ്തു, സ്കിന്നി ആൾക്കാരാണെങ്കിൽ. പിന്നെ അതിനുശേഷം നമ്മളൊരു മെയിൻ്റനൻസ് ലെവലെത്തും. ഇതാണ് അടുത്ത ചാലഞ്ച്. ഇതൊരു അടുത്ത കംഫർട്ട് സോണാണ്. ഈ കംഫർട്ട് സോൺ നമ്മൾ കറക്റ്റായ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ലെങ്കിൽ പിന്നീട് വിൽ ബൗൺസ് ബാക്ക് ദ സെയിം. ലൈക്ക് ബോഡിക്കൊരു ലോ ഓഫ് എൻട്രോപ്പി എന്ന് പറയും. എല്ലാത്തിനെയും നശിപ്പിക്കുന്ന ഒരു സ്വഭാവം യൂണിവേഴ്സൽ ലോ ഉണ്ട്. ഇതിനെപ്പറ്റി വീണ്ടും ഞാൻ പിന്നെ പറഞ്ഞുതരാം. യൂണിവേഴ്സൽ ലോ നമ്മൾ ഫോളോ ചെയ്യണം. ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ അത് എന്തായാലും ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ ഈ ഗ്രോത്ത് സോൺ കഴിഞ്ഞാൽ പിന്നെ അടുത്തൊരു കംഫർട്ട് സോൺ, ഇതൊരു കംഫർട്ട് സോൺ ആയി കഴിയും. അപ്പോൾ അതിനെയും വീണ്ടും പൊളിച്ച് നമ്മൾ നെക്സ്റ്റ് സോണിലേക്ക് പോയിക്കൊണ്ടിരിക്കണം. സോ ദ ഹോൾ ഐഡിയ ഈസ്, ഈ ഹോളിസ്റ്റിക് ഹെൽത്ത് കോച്ചിങ്ങിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ആയിരുന്നു ഞാനിതിനെ തുടങ്ങിയത്. ഐ ബി എക്സ്പ്ലെയിനിങ് മോർ ഡീറ്റെയിൽ ഇൻ ഡെപ്ത് അനാലിസിസ്. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് എങ്ങനെ ബെറ്റർ ആവാൻ പറ്റും, അതിന് ഏതൊക്കെ രീതിയിൽ നമുക്ക് ഏതൊക്കെ ടൂൾസ് യൂസ് ചെയ്യാൻ പറ്റും, ഏതൊക്കെ സ്ട്രാറ്റജി യൂസ് ചെയ്യാൻ പറ്റും, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളായിട്ട് ഞാൻ അടുത്ത വീട്ടിൽ വരുന്നതായിരിക്കും. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ആൻഡ് ഐ വിൽ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.